TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +1 സുവോളജി സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന യൂണിറ്റിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ റിവിഷനും മോഡൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയാണിത്. ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കുകൾ എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ 3 ടൈപ്പ് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കണം. സിമ്പിൾ എപ്പിത്തീലിയം, their location and function. 3 types of simple epithelium, their location and function. Cell junctionsil tight junction, adhering junction, gap junction. Connective tissuesil functions of areolar, adipose, tendons, ligaments എന്നിവയെ കുറിച്ച്. മസിൽ ടിഷ്യൂസിൽ കമ്പാരിസൺ ഓഫ് സ്കെലിറ്റൽ, സ്മൂത്ത് ആൻഡ് കാർഡിയാക് മസിൽസ്. ന്യൂറൽ ടിഷ്യൂവിൽ ന്യൂറോഗ്ലിയൽ സെൽസിൻ്റെ ഫങ്ഷൻ. കോക്രോച്ചിൻ്റെ മോർഫോളജിയിൽ മൗത്ത് പാർട്സിനെ കുറിച്ച്. അനാട്ടമിയിൽ അലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച്. നെർവസ് സിസ്റ്റത്തിൽ ഒമാറ്റിഡിയ, മൊസൈക്ക് വിഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം 3 ടൈപ്പ് സിമ്പിൾ എപ്പിത്തീലിയത്തിനെ കുറിച്ച്. സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളുംനാർ എപ്പിത്തീലിയം. ഇത് 3 3 ടൈപ്പ് സിമ്പിൾ എപ്പിത്തീലിയത്തിൽ വരുന്നത്. പേരുകൾ ഓർക്കുക: സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളുംനാർ എപ്പിത്തീലിയം. ഈ ഓരോ എപ്പിത്തീലിയത്തിൻ്റെയും പ്രത്യേകതകൾ ഓർത്തു വയ്ക്കണം. ആദ്യം സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഒരു തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ് ആണ്. ഫ്ലാറ്റൻഡ് സെൽസാണ്, ഇറഗുലർ ബൗണ്ടറീസുമാണ് ഇവയ്ക്കുള്ളതെന്നുള്ളത് ഓർക്കുക. അവയുടെ ഫങ്ഷൻ, ഇറ്റ് ആക്ട് ആസ് എ ഡിഫ്യൂഷൻ ബൗണ്ടറി. ഒരു ഡിഫ്യൂഷൻ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നു. എവിടെയൊക്കെ കാണുന്നുണ്ട്? വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ്, ബ്ലഡ് വെസൽസിൻ്റെ ഭിത്തിയിൽ കാണുന്നുണ്ട്. എയർ സാക്സ് ഓഫ് ലങ്സ്, ലങ്സിലെ ആൽവിയോളൈ എന്ന് പറയുന്ന എയർ സാക്സ് ഉണ്ട്. അതിനകത്ത് കാണുന്നതും സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസാണ്. ഇനി ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിലേക്ക് വരുമ്പോൾ സിംഗിൾ ലെയർ ഓഫ് ക്യൂബ് ലൈക്ക് സെൽസാണ്. ക്യൂബ് ഷേപ്പിലുള്ള സെൽസാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ വരുന്നത്. ഇതെവിടെയാണ് കാണുന്നത്? ഡക്സ് ഓഫ് ഗ്ലാൻസ് ആൻഡ് ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ ഇൻ കിഡ്നി. പ്രത്യേകം ഓർക്കുക, ക്യൂബോയിഡൽ എപ്പിത്തീലിയം പ്രധാനമായിട്ടും കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് ഡക്സ് ഓഫ് ഗ്ലാൻസ് ആൻഡ് ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺസ് ഇൻ കിഡ്നി. ഗ്ലാൻഡുകളുടെ ഡക്റ്റുകളിലും കുഴലുകളിലും നെഫ്രോണിൻ്റെ ട്യൂബുലാർ പാർട്ടിലും കാണുന്ന എപ്പിത്തീലിയം എന്ന് പറയുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസാണ് ഡക്ട്സ് ഓഫ് ഗ്ലാൻസിലും ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോണിലും കാണുന്ന എപ്പിത്തീലിയൽ സെൽസ്. മെയിൻ ഫങ്ഷൻ ഓഫ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആർ സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. ആഗിരണം ചെയ്യുക, അതുപോലെ തന്നെ സ്രവിപ്പിക്കുക. സെക്രീഷനും അബ്സോർഷനുമാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ദ എപ്പിത്തീലിയം ഓഫ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓഫ് നെഫ്രോൺ ഇൻ ദ കിഡ്നി ഹാസ് മൈക്രോവില്ലൈ. PCTയിൽ കിഡ്നിയുടെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ ഭാഗത്ത്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ ഭാഗത്ത് കാണുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ എന്തുണ്ട്? വില്ലയുണ്ട്. മൈന്യൂട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് മൈക്രോ വില്ലൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി 3ാമത്തെ ടൈപ്പ് എപ്പിത്തീലിയമാണ് കോളുംനാർ എപ്പിത്തീലിയം. കോളുംനാർ എപ്പിത്തീലിയം ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ്. ടോൾ സ്ലെൻഡർ സെൽസാണ് കോളുംനാർ എപ്പിത്തീലിയത്തിൽ വരുന്നത്. ദെയർ ന്യൂക്ലിയൈ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ്. ന്യൂക്ലിയസ് സെല്ലിൻ്റെ ബേസിലായിട്ടാണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ഫ്രീ സർഫസ് മേ ഹാവ് മൈക്രോവില്ലൈ. ഫ്രീ സർഫസിൽ മൈക്രോവില്ലൈ കാണാം. ഇവിടെ കാണുന്നുണ്ട് ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. സ്റ്റൊമക്കിൻ്റെയും ഇൻറ്റസ്റ്റൈൻ്റെയും അകത്തെ ആവരണം. അവയും എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. അപ്പോൾ ഈ 3 ടൈപ്പ് എപ്പിത്തീലിയൽ സെൽസ് പഠിക്കുമ്പോഴും ആ സെൽസിൻ്റെ പെക്യൂലിയാരിറ്റീസ്, പ്രത്യേകിച്ചും അത് എവിടെ കാണുന്നു, എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നുള്ള കാര്യം പ്രത്യേകം ഊന്നൽ കൊടുത്ത് നോക്കുക. സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് കോളുംനാർ സെൽസിനോ ക്യൂബോയിഡൽ സെൽസിനോ അതിൻ്റെ
ഫ്രീ സർഫസിൽ സീലിയ പ്രസൻ്റ് ആണെങ്കിൽ അതിനെ എന്തു പേരിൽ വിളിക്കാം? സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് വിളിക്കാം. ഇഫ് ദ കോളുംനാർ ഓർ ക്യൂബിക്കൽ സെൽസ് ബിയർ സീലിയ ഓൺ ദെയർ ഫ്രീ സർഫസ് ദേ ആർ കാൾഡ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. Present in the inner surface of hollow organs like bronchioles and fallopian tubes. ബ്രോങ്കിയോൾസിലും അതുപോലെ തന്നെ ഫാലോപ്പിയൻ ട്യൂബിൻ്റെയും അകവശത്ത് സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണാൻ സാധിക്കും. എന്തിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? എന്താണ് സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ? ഇസ് ടു മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ഓവർ ദ എപ്പിത്തീലിയം. എപ്പിത്തീലിയത്തിൽ കൂടെ ഇതിൻ്റെ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ മ്യൂക്കസിനെ മൂവ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന എപ്പിത്തീലിയൽ സെൽസാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇനി അടുത്തത് സെൽ ജംഗ്ഷൻസിനെ കുറിച്ചാണ്. 3 ടൈപ്പ് സെൽ ജംഗ്ഷൻസ് ഉണ്ട്. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിംഗ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. പേരോർമ്മിക്കുക: ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിംഗ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. ഈ 3 ജംഗ്ഷൻസിൻ്റെയും പെക്കൂലിയാരിറ്റി ഓർത്തുവയ്ക്കണം. ടൈറ്റ് ജംഗ്ഷൻ ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ടൈറ്റായിട്ട് സെൽ മെംബ്രെയിൻസിനെ പിടിച്ചു വച്ചിരിക്കുന്ന ജംഗ്ഷൻസ് ആണ്. ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ. ഒരു ടിഷ്യൂവിൽ നിന്നും സബ്സ്റ്റൻസ് ലീക്ക് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള ജംഗ്ഷനാണ് ടൈറ്റ് ജംഗ്ഷൻ. ഇനി അഡ്ഹറിംഗ് ജംഗ്ഷനോ? പെർഫോം സിമൻറ്റിംഗ് ടു കീപ്പ് നൈബറിംഗ് സെൽസ്. സെല്ലുകളെ തങ്ങളിൽ ഒട്ടിച്ചു വയ്ക്കാനായിട്ടൂടെ അഡ്ഹറിംഗ് സബ്സ്റ്റൻസസ് ഉണ്ടാവും. ആ രീതിയിൽ കാണുന്ന ജംഗ്ഷനാണ് അഡ്ഹറിംഗ് ജംഗ്ഷൻ. പെർഫോം സിമൻറ്റിംഗ് ടു കീപ്പ് നൈബറിംഗ് സെൽസ്. ഗ്യാപ്പ് ജംഗ്ഷൻസ് ഫെസിലിറ്റേറ്റ് ദ സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ കണക്റ്റിംഗ് ദ സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ് ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ് ആൻഡ് സ്മാൾ ആൻഡ് ബിഗ് മോളിക്യൂൾസ്. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ജംഗ്ഷൻസിൽ 2 സെല്ലുകളെയും തങ്ങളിൽ കണക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ എന്തുണ്ടാകും? കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉണ്ടാവും, മെംബ്രെയിൻ ചാനൽസ് ഉണ്ടാകും. അപ്പോൾ അതുവഴി മൂവ്മെൻറ്റ് നടക്കും. അപ്പോൾ ടൈറ്റ് ജംഗ്ഷനും അഡ്ഹറിംഗ് ജംഗ്ഷനും ഗ്യാപ്പ് ജംഗ്ഷനും 3 ജംഗ്ഷൻ്റെയും പെക്കൂലിയാരിറ്റി ഓർത്തു വയ്ക്കുക. ഇനി കണക്റ്റീവ് ടിഷ്യൂസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളെന്ന് പറയുന്നത് അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ, ടെൻഡൻസ്, ലിഗമെൻറ്റ്സ്. ഇതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഓർക്കുക: അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ, ടെൻഡൻസ്, ലിഗമെൻറ്റ്സ്. ഇത് 4ഉം ഏത് കാറ്റഗറിയിൽ വരുന്നുണ്ട്? കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ, ടെൻഡൻസ്, ലിഗമെൻറ്റ്സ്. അരിയോളാർ ടിഷ്യൂ എവിടെയാണ് കാണുക? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഹാസ് സെൽസ് ആൻഡ് ഫൈബേഴ്സ് ലൂസ്ലി അറേഞ്ച്ഡ് ഇൻ എ സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ അരിയോളാർ ടിഷ്യൂ പ്രസൻറ്റ് ബിനീത്ത് ദ സ്കിൻ. സ്കിന്നിൻ്റെ അടിവശത്തായിട്ട് അകത്തായിട്ട് കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അരിയോളാർ ടിഷ്യൂ. അരിയോളാർ ടിഷ്യൂ പ്രസൻറ്റ് ബിനീത്ത് ദ സ്കിൻ. ഇപ്പോൾ ഈ ഒരു പിക്ചർ ഓർമ്മിക്കുക. ഇതൊരു അരിയോളാർ ടിഷ്യൂവിൻ്റെ പിക്ചറാണ്. ഇത് എക്സാമിന് വേണമെങ്കിൽ പിക്ചർ തന്നിട്ട് മാർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. മാക്രോഫേജസ്, ഫൈബ്രോബ്ലാസ്റ്റ്, കൊളാജൻ ഫൈബേഴ്സ് ബണ്ടിൽസ് ആയിട്ട് കാണുന്നതാണ് ഫൈബ്രോബ്ലാസ്റ്റ്. അതുപോലെ ഇവിടെ മാസ്റ്റ് സെല്ല്. ഇതൊക്കെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനായിട്ട് അതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ് അരിയോളാർ ടിഷ്യൂ. ഈ പിക്ചർ ഓർത്ത് വയ്ക്കുക. മാക്രോഫേജസ്, ഫൈബ്രോബ്ലാസ്റ്റ്, കൊളാജൻ ഫൈബേഴ്സ്, മാസ്റ്റ് സെൽസ്. ഇത് ലേബൽ ചെയ്യാൻ ചോദിക്കാം. ടിഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യാനും ലേബൽ ചെയ്യാനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ ഈ ഫിഗറിൽ കാണുന്ന അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ഫൈബേഴ്സ്. ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്, മാക്രോഫേജസ് ഉണ്ട്, മാസ്റ്റ് സെൽസ് ഉണ്ട്. മാക്രോഫേജസും മാസ്റ്റ് സെൽസും ഐഡൻറ്റിഫൈ ചെയ്യാനും മാർക്ക് ചെയ്യാനും ചോദിക്കാം. ഇനി അഡിപ്പോസ് ടിഷ്യൂ നേരത്തെ കണ്ടു നമ്മൾ. അഡിപ്പോസ് ടിഷ്യൂ എന്തിനുള്ള ടിഷ്യൂ ആണ്? സ്കിന്നിൻ്റെ അടിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട്, കൊഴുപ്പ് സംഭരിക്കുവാനായിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂസാണ് അഡിപ്പോസ് ടിഷ്യൂ. അതും ഫിഗർ തന്നിരുന്നിട്ട് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ മാർക്ക് ചെയ്യാനും ആവശ്യപ്പെടാം. അപ്പോൾ ഇവിടെ ഫാറ്റ് സ്റ്റോറേജ് ഏരിയ ഇവിടെയുണ്ട്. ഇവിടെ സെല്ലിൻ്റെ ന്യൂക്ലിയസ് ഒരു ബൗണ്ടറിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ ഇവിടെ കാണാം.
അപ്പോൾ ഇത് മാർക്ക് ചെയ്യാനും ഓർത്തു വയ്ക്കുക. ദീസ് സെൽസ് ആർ the cells of these tissues are specialized to store fats. The excess of nutrients which are not used immediately are converted into fats and are stored in this tissue. ഫാറ്റ് ആയിട്ട് ന്യൂട്രിയൻസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഈ ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അഡിപ്പോസ് ടിഷ്യൂ. ഇനി ടെൻഡൻസ് എന്താണ്? ടെൻഡൻസ് ആർ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് അറ്റാച്ച് സ്കെലിറ്റൽ മസിൽസ് ടു ബോൺസ്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, മസിൽസിനെ ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് ടെൻഡൻ. എന്ത് ടിഷ്യൂ ആണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. മസിൽസിനെ ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് ടെൻഡൻ. ഇനി ലിഗമെൻസ് ഉണ്ട്. ലിഗമെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് അറ്റാച്ച് വൺ ബോൺ ടു അനദർ ബോൺ. ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് ജംഗ്ഷനുകളിൽ, സെൽ ജംഗ്ഷനുകളിൽ, സെൽ ജംഗ്ഷൻ അല്ല, ബോൺസുകൾ തങ്ങളിൽ ചേരുന്ന ജംഗ്ഷനിൽ ബോൺസുകളെ പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്യുന്നത് ലിഗമെൻസ് കൊണ്ടാണ്. പ്രത്യേകം ഓർമ്മിക്കുക, ടെൻഡൻസിൻ്റെയും ലിഗമെൻസിൻ്റെയും പ്രത്യേകത ഓർക്കുക. ടെൻഡൻസ് മസിൽസിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ടെൻഡന്. എന്നാൽ ലിഗമെൻസ് എന്ന് പറയുന്നത് ബോണിന് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ബോൺ ടു ബോൺ കണക്ഷൻ. ലിഗമെൻസ് ആർ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് അറ്റാച്ച് വൺ ബോൺ ടു അനദർ ബോൺ. ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ലിഗമെൻസ്. ഇനി മസിൽ ടിഷ്യൂവിൽ നമുക്ക് 3 ടൈപ്പ് മസിൽസിൻ്റെ ഒരു കമ്പാരിസൺ ആണ് പഠിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഫോക്കസ് ഏരിയയിൽ. സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്. അപ്പോൾ ഇത് ഫിഗർ തന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ അതിൻ്റെ പെക്കൂലിയാരിറ്റീസും ഓർത്തു വയ്ക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നതാണ് സ്കെലിറ്റൽ മസിൽസ് അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽസ്. ഒരുപാട് സ്ട്രയേഷൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെ സ്ട്രയേഷൻസ് ഒന്നും ഇല്ലാതെ ഈ രീതിയിൽ രണ്ടെൻഡും ടാപ്പർ ചെയ്ത് കൂർത്തിരിക്കുന്ന രീതിയിൽ കാണുന്ന മസിൽ ടിഷ്യൂ ആണ് സ്മൂത്ത് മസിൽ ടിഷ്യൂ. ഇനിതാ ഇവിടെ ഈ ബ്രാഞ്ചിങ് പാറ്റേണിൽ കാണുന്ന സ്ട്രയേഷൻസ് ഉള്ള മസിൽ ടിഷ്യൂ ആണ് കാർഡിയാക് മസിൽ ടിഷ്യൂ. അപ്പോൾ ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. ഈ ഫിഗർ മാത്രം തന്നിരുന്നിട്ട് ഓരോ ഫിഗറും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നിരുന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ഈ ഫിഗർ ആണെങ്കിൽ അത് സ്കെലിറ്റൽ മസിലാണ്, ഈ ഫിഗർ ആണെങ്കിൽ സ്മൂത്ത് മസിലാണ്, ഈ ഫിഗർ ആണെങ്കിൽ കാർഡിയാക് മസിലാണ്. അപ്പോൾ ഇവിടെ ഇത് മാർക്ക് ചെയ്തിരിക്കുന്നതും ഓർക്കുക. ഇവിടെ ന്യൂക്ലിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ന്യൂക്ലിയസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ സ്ട്രയേഷൻസ്, ന്യൂക്ലിയസ്, ജംഗ്ഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൽസ്. അപ്പോൾ ഓരോന്നിൻ്റെയും പെക്കൂലിയാരിറ്റി നമ്മൾ ഓർത്ത് വയ്ക്കണം. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുമ്പോൾ സ്ട്രയേറ്റഡ് മസിൽസ് ആണ്, സ്ട്രയേഷൻസ് ഉണ്ട്. ഇത് സ്കെലിറ്റൽ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്താണ് കാണുന്നത്. അത് ഒരു ബണ്ടിലായിട്ടാണ് കാണുന്നത്, ഒരു പാരലലായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ബണ്ടിൽസ് ആയിട്ടാണ് കാണുന്നത്. ഒരു ഷീത്ത് ഓഫ് ടഫ് കണക്റ്റീവ് ടിഷ്യൂ അതിനെ കൊണ്ട് കവർ ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു പെക്കൂലിയാരിറ്റീസൊക്കെ പറഞ്ഞിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെടാം. ഈ പെക്കൂലിയാരിറ്റീസ് തന്നിട്ട് ഇത് ഏത് മസിൽ ടിഷ്യൂ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെടാം. അപ്പോൾ നമ്മൾ ഈ പെക്കൂലിയാരിറ്റീസ് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി സ്മൂത്ത് മസിൽസിലേക്ക് വരുമ്പോൾ ഫൈബേഴ്സ് ടാപ്പർ അറ്റ് ബോത്ത് എൻഡ്സ്, രണ്ട് എൻഡിലും ടാപ്പർ ചെയ്താണ്, കൂർത്താണ് കാണുന്നത്. അതിന് ആ ഷേപ്പിനെയാണ് നമ്മൾ ഫ്യൂസിഫോം ഷേപ്പ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡു നോട്ട് ഷോ സ്ട്രയേഷൻസ്, സ്ട്രയേഷൻസ് വരകളൊന്നും നമുക്കിതിൽ സ്മൂത്ത് മസിൽസിൽ കാണാൻ സാധിക്കില്ല. സെൽ ജംഗ്ഷൻസ് ഹോൾഡ് ദം ടുഗദർ ആൻഡ് ദേ ആർ ബണ്ടിൽഡ് ടുഗദർ ഇൻ എ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത്. സെൽ ജംഗ്ഷൻസ് അതിനെ പരസ്പരം പിടിച്ചു വെച്ചിട്ടുണ്ട്, അതിനെ കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ബണ്ടിൽസ് ആക്കി മാറ്റിയിട്ടുമുണ്ട്. എവിടെയൊക്കെ കാണാൻ സാധിക്കും? ദ വാൾ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് സച്ച് ആസ് ദ ബ്ലഡ് വെസൽസ്, സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. ബ്ലഡ് വെസൽസിലും സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെ കാണുന്ന മസിൽ ടിഷ്യൂ ആണ് സ്മൂത്ത് മസിൽ. അവ ഇൻവോളണ്ടറി ആണ്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റുന്നതല്ല. We usually are not able to make it contract merely by thinking about it as we can do with the skeletal muscles. Skeletal muscles ആണെങ്കിൽ വോളണ്ടറി ആണ്, എന്നാൽ സ്മൂത്ത് മസിൽസ് ഇൻവോളണ്ടറി ആണ്. കാർഡിയാക് മസിൽ ടിഷ്യൂ ഈസ് എ കോൺട്രാക്റ്റൈൽ ടിഷ്യൂ പ്രസൻറ്റ് ഓൺലി ഇൻ ദ ഹാർട്ട്. അപ്പോൾ അത് പ്രത്യേകം ഓർമ്മിക്കുക, ഹാർട്ടിൽ മാത്രം കാണുന്ന മസിൽ ടിഷ്യൂ ആണ് കാർഡിയാക് മസിൽ.
സെൽ ജംഗ്ഷൻസ് ഫ്യൂസ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് കാർഡിയാക് മസിൽ സെൽസ് ആൻഡ് മേക്ക് ദം സ്റ്റിക്ക് ടുഗദർ. ഇപ്പോൾ ഇവിടെ സെല്ലുകൾ പരസ്പരം സെൽ ജംഗ്ഷൻസ് പരസ്പരം ഒട്ടിച്ചേർന്ന് അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് അത് നിൽക്കും. കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് ഓർ ഇൻ്റർകാലേറ്റഡ് ഡിസ്ക് അറ്റ് സം ഫ്യൂഷൻ പോയിൻറ്റ്സ് അലൗ ദ സെൽസ് ടു കോൺട്രാക്ട് ആസ് എ യൂണിറ്റ്. അപ്പോൾ ഇത് ഒരുമിച്ച് ചേർന്നിരിക്കുന്ന അഡ്ജസൻറ്റ് സെല്ലുകൾ ചേർന്നിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസിനെയാണ് നമ്മൾ ഇൻ്റർകാലേറ്റഡ് ഡിസ്ക് എന്ന് വിളിക്കുന്നത്. അത് ഇതിനെ മൊത്തത്തിൽ എല്ലാ ഫൈബേഴ്സിനെയും ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ 3 എണ്ണത്തിൻ്റെയും ഒരു കമ്പാരിസൺ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. സ്കെലിറ്റൽ മസിൽസ് സീൻ ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ ബോൺസ്. ഫൈബേഴ്സ് ആർ ബണ്ടിൽഡ് ടുഗദർ ഇൻ എ പാരലൽ ഫാഷൻ. വോളണ്ടറി മസിൽസ്, സ്ട്രയേഷൻസ്, ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ആർ പ്രസൻറ്റ്. സ്കെലിറ്റൽ മസിൽസിൻ്റെ പെക്യൂലാരിറ്റീസ് ഓർത്ത് വയ്ക്കുക. സ്കെലിറ്റൽ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്നു. ഫൈബേഴ്സ് എല്ലാം ബണ്ടിൽഡ് ആയിട്ട് പാരലൽ ഫാഷനിൽ കാണുന്നു. വോളണ്ടറി മസിലാണ്, സ്ട്രയേഷൻസ് ഉണ്ട്. സ്മൂത്ത് മസിൽസ് പ്രസൻറ്റ് ഇൻ ദ വാൾ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് സച്ച് ആസ് ദ ബ്ലഡ് വെസൽസ്, സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. ബ്ലഡ് വെസൽസിലും സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും കാണാൻ സാധിക്കും. ഫൈബേഴ്സ് ടാപ്പർ അറ്റ് ബോത്ത് എൻഡ്സ്, 2 എൻഡിലും കൂർത്ത് കാണുന്നു. ആ ഷേപ്പിനെയാണ് ഫ്യൂസിഫോം ഷേപ്പ് എന്ന് വിളിക്കുന്നത്. ഇൻവോളണ്ടറി മസിൽസ് ആണ്, ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ സാധിക്കില്ല. സ്ട്രയേഷൻസ് ആർ ആബ്സെൻസ്, പ്രത്യേകിച്ച് വരകളൊന്നും കാണാൻ സാധിക്കില്ല. ഇനി കാർഡിയാക് മസിൽസിലേക്ക് വരുമ്പോഴോ പ്രസൻറ്റ് ഓൺലി ഇൻ ദ ഹാർട്ടിൽ മാത്രം കാണാൻ സാധിക്കുന്നതാണ്. സെൽ ജംഗ്ഷൻസ് ഫ്യൂസ് ദ പ്ലാസ്മ മെംബ്രെയിൻസ് ആൻഡ് മേക്ക് ദം സ്റ്റിക്ക് ടുഗദർ. അപ്പോൾ സെൽ ജംഗ്ഷൻസ് ഒട്ടിച്ചേർന്നിരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഒറ്റ ബണ്ടിലായിട്ട് അതിനെ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻവോളണ്ടറി മസിൽസ് ആണ്, ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റുന്നവയല്ല. സ്ട്രയേഷൻസ് ആർ പ്രസൻറ്റ് ബട്ട് ആർ ഫെയിൻറ്റർ. സ്ട്രയേഷൻസ് ഉണ്ടെങ്കിലും അത് മങ്ങിയ സ്ട്രയേഷൻസ് ആണ്. ഇതിലുള്ളതുപോലെ സ്കെലറ്റൽ മസിൽസിലുള്ളതുപോലെ ഡാർക്ക് സ്ട്രയേഷൻസ് അല്ല. ഈ 3 മസിൽസിനെയും പിക്ചർ കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ഈ പെക്യൂലാരിറ്റീസും ഓർത്ത് വയ്ക്കുക. ഇനി ന്യൂറൽ ടിഷ്യൂവിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. ന്യൂറോഗ്ലിയൽ സെൽസിൻ്റെ ഫങ്ഷനെ കുറിച്ചാണ്. ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ന്യൂറോൺസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാണുന്ന സെൽസാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ്. ഇപ്പോൾ ന്യൂറോഗ്ലിയൽ സെൽസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ദേ പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ്. ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ന്യൂറോഗ്ലിയ മേക്കപ്പ് മോർ ദാൻ 1/2 ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ ഇൻ അവർ ബോഡി. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ന്യൂറൽ ടിഷ്യൂവിൻ്റെ പകുതിയിലധികം, അതാണ് മോർ ദാൻ 1/2, പകുതിയിലധികവും എന്താണ്? ന്യൂറോഗ്ലിയ സെൽസ് ആണെന്നുള്ളത് ഓർക്കുക. ഇനി കോക്രോച്ചിനെ പഠിക്കുവാനുണ്ട്, കോക്രോച്ചിൻ്റെ കാര്യം പഠിക്കുവാനുണ്ട്. മോർഫോളജി അനാട്ടമിയും പഠിക്കുവാനുണ്ട്. അതിൽ മോർഫോളജിയിൽ നമുക്ക് പഠിക്കുവാൻ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് മാത്രമേ ഉള്ളൂ. മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് മാത്രമാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കുവാനുള്ളത്. ഈ ഒരു പിക്ചർ കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ മൗത്ത് പാർട്സിൻ്റെ പേരുകൾ കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുക. ലേബ്രം, അതുപോലെ തന്നെ ലേബിയം, അപ്പർ ലിപ്പുണ്ട്, ലോവർ ലിപ്പുണ്ട്, ലേബ്രം ഉണ്ട്, ലേബിയം ഉണ്ട്. പിന്നെ നടുക്ക് കാണുന്നതാണ് അതിൻ്റെ ടങ്, നാക്ക്, ഹൈപ്പോഫാരിങ്സ്. ഇനി ഈ വശത്ത് കാണുന്നതാണ് മാൻറ്റിബിൾസ്. മാൻറ്റിബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടീത്തിന് സമാനമാണ്. ടീത്തിന് ഇതാ ഇവിടെ ഗ്രൈൻഡിങ് റീജിയണും ഇൻസിസിങ് റീജിയണും ഉണ്ട്. അതുപോലെ ഇവിടെ മാക്സില എന്ന് പറയുന്ന സെൻസ് ഓർഗൻസ് ഉണ്ട്. ഈ ഫിഗർ നന്നായിട്ട് നോക്കി വയ്ക്കുക. അപ്പോൾ പാർട്ടുകളുടെ പേരുകൾ ഒന്നുകൂടെ ഓർമ്മിക്കുക. ലേബ്രമാണ് അപ്പർ ലിപ്പ്. എന്ത് ടൈപ്പ് മൗത്ത് പാർട്സ് ആണ്? ബൈറ്റിംഗ് ആൻഡ് ച്യൂവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ്. അതും ഓർക്കുക. കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് ഏത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ ബൈറ്റിംഗ് ആൻഡ് ച്യൂവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ്. അപ്പർ ലിപ്പിനെ വിളിക്കുന്ന പേര് ലേബ്രം. എ പെയർ ഓഫ് മാൻഡിബിൾസ് ഉണ്ട്, ഒരു പെയർ മാൻഡിബിൾസ് ഉണ്ട്. എ പെയർ ഓഫ് മാക്സില ഉണ്ട്, ഇവിടെ കാണാം ഒരു പെയർ മാക്സില ഉണ്ട്. എ ലേബിയം ഉണ്ട്, ലോവർ ലിപ്പ് ലേബിയം ഉണ്ട്. എ മീഡിയൻ ഫ്ലെക്സിബിൾ ലോബ് ആക്ടിങ് ആസ് ടങ്, ഹൈപ്പോഫാരിങ്സ്, ലൈസ് വിതിൻ ദ ക്യാവിറ്റി എൻക്ലോസ്ഡ് ബൈ ദ മൗത്ത് പാർട്സ്. മൗത്ത് പാർട്സിൻ്റെ ക്യാവിറ്റിക്കകത്ത് അതിൻ്റെ ടങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പാർട്ടുകളുമുണ്ട്. അപ്പോൾ അപ്പർ ലിപ്പ് ലേബ്രം, ലോവർ ലിപ്പ് ലേബിയം, മാൻറ്റിബിൾ ടീത്താണ്, അതുപോലെ മാക്സിലെ അതിൻ്റെ സെൻസ് ഓർഗനാണ്. ഇനി അനാട്ടമിയിൽ അലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച് ആണ്
പഠിക്കുവാനുള്ളത് ഫോക്കസ് ഏരിയയിൽ. അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഈ ഫിഗർ പ്രത്യേകം നോക്കി വയ്ക്കുക. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമുക്ക് പ്രധാനമായിട്ടും 3 പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്: ഫോർ ഗഡ്, മിഡ് ഗഡ്, ഹൈൻഡ് ഗഡ്. ഫോർ ഗഡിൻ്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്? മൗത്ത് ഉണ്ട്, ഫാരിങ്സ് എന്ന് പറയുന്ന പാർട്ടുണ്ട്, ഈസോഫേഗസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രോപ്പ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, ഗിസാർഡ് ഓർ പ്രോ വെൻട്രിക്കുലസ് എന്ന് പറയുന്ന പാർട്ട്. ദ എൻറ്റയർ ഫോർഗഡ് ഈസ് ലൈൻഡ് ബൈ ക്യൂട്ടിക്കിൾ. ഫോർഗഡിനെ മൊത്തത്തിൽ ക്യൂട്ടിക്കിൾ കൊണ്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, പാർട്ടുകൾ കണ്ടാൽ ഈ ഫിഗർ തന്നിട്ട് നിങ്ങളോട് പാർട്ട് ലേബൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ ഫാരിങ്സ് നോക്കുക, സലൈവറി ഗ്ലാൻഡ് ഇവിടെ കാണാം. സലൈവറി ഗ്ലാൻഡിൻ്റെ സെക്രീഷനാണ് സലൈവ. അതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സലൈവറി റിസർവോയർ ഇവിടെ കാണാം. അടുത്ത് ഫാരിങ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു നാരോ ട്യൂബ് ഇവിടെ കാണാം, ഈസോഫേഗസ്. ഫുഡിനെ ടെമ്പററി ആയിട്ട് ഇവിടെ കളക്ട് ചെയ്ത് വയ്ക്കുന്ന ക്രോപ്പ് കാണാം. ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യുന്ന ഗിസാർഡ് എന്ന് പറയുന്ന പാർട്ട് ഇവിടെ കാണാം. ഇതൊക്കെ ഫോർഗട്ടിൽ വരുന്ന പാർട്ടാണ്. ക്രോപ്പ്, ഈസോഫേഗസ് ഓപ്പൺ ഇൻ ടു എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് ക്രോപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഓഫ് ഫുഡ്. ഫുഡ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പാർട്ടാണ് ക്രോപ്പ്. അപ്പോൾ അതും വൺ വേർഡായിട്ട് ചോദിക്കാം. ഇനി ഗിസാർഡ് ഓർ പ്രോവെൻട്രിക്കുലസ് ഹെൽപ്സ് ഇൻ ഗ്രൈൻഡിങ് ദ ഫുഡ് പാർട്ടിക്കിൾ ഗ്രൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടാണ് ഗിസാർഡ്. ഇറ്റ് ഹാസ് ആൻ ഔട്ടർ ലെയർ ഓഫ് തിക്ക് സർക്കുലർ മസിൽസ് ആൻഡ് തിക്ക് ഇന്നർ ക്യൂട്ടിക്കിൾ ഫോമിങ് 6 ഹൈലി കൈറ്റിനസ് പ്ലേറ്റ് കാൾഡ് ടീത്ത്. ഇതിനകത്ത് ടീത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന 6 കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്ലേറ്റ് ഉണ്ട്. ഇനി ഹെപ്പാറ്റിക് CK ഓർ ഗ്യാസ്ട്രിക് CK, ആ പേരും പ്രത്യേകം ഓർമ്മിക്കുക. ഇവിടെ ക്രോപ്പും ഗിസാർഡും കഴിഞ്ഞിട്ട് ഇവിടെ കാണുന്ന ഫോർഗഡും മിഡ്ഗഡും കൂടെ ചേരുന്ന സ്ഥാനത്ത് കാണുന്ന 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ്, പുറത്തേക്ക് ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാസ്ട്രിക് CK അല്ലെങ്കിൽ ഹെപ്പാറ്റിക് CK. എന്താണ് അതിൻ്റെ ഫങ്ഷൻ? വിച്ച് സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഡൈജഷനെ സഹായിക്കുന്ന എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഹെപ്പാറ്റിക് CK അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് CK. ഇനി മാൽപീജിയൻ ട്യൂബ്യൂൾസ്, മിഡ്ഗഡും ഹൈൻഗഡും കൂടെ ചേരുന്ന സ്ഥാനത്ത്. മിഡ്ഗഡ് അല്ലെങ്കിൽ മീസെൻട്രോൺ കാണിക്കുന്നുണ്ട്, ഇത് ഹൈൻഗഡും കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 100 to 150 യെല്ലോ കളേർഡ് തിൻ ഫിലമെൻറ്റസ് ട്യൂബ്യൂൾസ്, 100-150 തിൻ ഫിലമെൻറ്റസ് യെല്ലോ കളേർഡ് ട്യൂബ്യൂൾസ് കാണാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അപ്പോൾ കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഇനി ഹൈൻഗഡിലേക്ക് വരുമ്പോൾ ഹൈൻഗഡ് ഈസ് ബ്രോഡർ ദാൻ മിഡ്ഗഡ് ആൻഡ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഇലിയം, കോളോൺ ആൻഡ് റെക്ടോം. അപ്പോൾ പാർട്ടുകൾ കാണാം. ഇവിടെ ഹൈൻഗഡിൽ ഇലിയം ഉണ്ട്, കോളോൺ എന്ന് പറയുന്ന പാർട്ടുണ്ട്, റെക്ടം എന്ന് പറയുന്ന പാർട്ടുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടുകളും ലേബൽ ചെയ്യാൻ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ 3 പാർട്ടുകളാണ് ഫോർഗഡ്, മിഡ്ഗഡ്, ഹൈൻഗഡ്. ഫോർഗഡിൽ മൗത്ത്, ഫാരിങ്സ്, ഈസോഫേഗസ്, ക്രോപ്പ്, ഗിസാർഡ് ഓർ പ്രോവെൻട്രിക്കുലസ്, ഹെപ്പാറ്റിക് CK ഓർ ഗ്യാസ്ട്രിക് CK. മിഡ്ഗഡ് അഥവാ മീസെൻട്രോൺ എന്നറിയപ്പെടുന്നു മിഡ്ഗഡിൻ്റെ പോർഷൻ. ഹൈൻഗഡിൽ ഇലിയം, കോളോൺ, റെക്ടം ഏനസ് വഴി ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടുകളുടെ പേരും ഈ ഡയഗ്രത്തിൽ അതിൻ്റെ പൊസിഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നെർവസ് സിസ്റ്റത്തും കൂടെ ഇതിൽ പഠിക്കുവാനുണ്ട്. അതിൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ വരുന്നത് ഒമാറ്റിഡിയയും മൊസൈക്ക് വിഷനും. 2 പോയിൻ്റ് മാത്രം പഠിച്ചാൽ മതി. ഒമാറ്റിഡിയ എന്ന് പറയുന്നത് കോക്രോച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഐസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഐസാണ്. കോമ്പൗണ്ട് ഐ എന്ന് പറയാൻ കാരണം തന്നെ 2000-ഓളം കൊച്ചു യൂണിറ്റ്സുകൾ ചേർന്നിട്ടുണ്ടാകുന്ന ഐസാണ്. അതിൻ്റെ ഓരോ യൂണിറ്റിനെയും നമ്മൾ ഒമാറ്റിഡിയം എന്ന് വിളിക്കുന്നു. അതിൻ്റെ പ്ലൂറലാണ് ഒമാറ്റിഡിയ. The compound eye of cockroach consists of about 2000 hexagonal units. ഹെക്സഗൺ ഷേപ്പിലുള്ള യൂണിറ്റ്സുകളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഒമാറ്റിഡിയ. പ്രത്യേകം ഓർമ്മിക്കുക, ഒമാറ്റിഡിയ എന്നുള്ള ടേം ഓർമ്മിക്കുക. കോക്രോച്ചിൻ്റെ വിഷൻ ഏത് ടൈപ്പ് വിഷനാണ്? മൊസൈക്ക് വിഷനാണ്. ഒരുപാട് ഇമേജസ് ഒരുമിച്ചുണ്ടാക്കി എടുക്കുന്ന ഒരു വിഷനാണ് കോക്രോച്ചിനുള്ളത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെവറൽ ഒമാറ്റിഡിയ കോക്രോച്ച് ക്യാൻ റിസീവ് സെവറൽ ഇമേജസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരുപാട് ഇമേജസ് ഉണ്ടാകുന്നു. ദിസ് കൈൻഡ് ഓഫ് വിഷൻ ഈസ് നോൺ ആസ് മൊസൈക്ക് വിഷൻ. ഈ വിഷനെ വിളിക്കുന്ന പേരാണ് മൊസൈക്ക് വിഷൻ.
വിത്ത് മോർ സെൻസിറ്റിവിറ്റി ബട്ട് ലെസ് റെസൊല്യൂഷൻ. സെൻസിറ്റിവിറ്റി കൂടുതലാണ്, പക്ഷേ റെസൊല്യൂഷൻ കുറവാണ്. ബീയിങ് കോമൺ ഡ്യൂറിങ് നൈറ്റ്, ഹെൻസ് കാൾഡ് നൊക്ടേണൽ വിഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ വിഷൻ്റെ ഈ പേരൂടെ ഓർമ്മിക്കുക, നൊക്ടേണൽ വിഷൻ. അപ്പോൾ മൊസൈക്ക് വിഷൻ ഒരുപാട് ഒമാറ്റിഡിയാസ് ചേർന്നിട്ട് ഇമേജസ് ഉണ്ടായി അങ്ങനെ കാഴ്ച ഉണ്ടാകുന്നതിനെയാണ് മൊസൈക്ക് വിഷൻ എന്ന് വിളിക്കുന്നത്. മൊസൈക്ക് വിഷൻ്റെ പ്രത്യേകത എന്താണ്? സെൻസിറ്റിവിറ്റി കൂടുതലാണ്, പക്ഷേ റെസൊല്യൂഷൻ വളരെ കുറവാണ്. ഇത് നൊക്ടേണൽ വിഷൻ കാണിക്കുന്ന അനിമൽസിലെല്ലാം ഈ ഒരു പ്രത്യേകത കാണാൻ സാധിക്കും. ഇത്രയുമാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കുവാനുള്ള ടോപ്പിക്ക്. ഇനി നമുക്ക് ഇതിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ടെൻഡൻസ് ആൻഡ് ലിഗമെൻറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് ടിഷ്യൂസ്. ടെൻഡൻസും ലിഗമെൻറ്റ്സും ഏത് ടൈപ്പ് ടിഷ്യൂസിന് എക്സാമ്പിളാണ്? അരിയോളാർ ടിഷ്യൂ ആണോ, അഡിപ്പോസ് ടിഷ്യൂ ആണോ, കണക്റ്റീവ് ടിഷ്യൂ ആണോ, മസ്കുലാർ ടിഷ്യൂ ആണോ? അപ്പോൾ നമുക്കറിയാം അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, മസ്കുലാർ ടിഷ്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ അരിയോളാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂവും കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. എന്നാൽ ഇവിടെ ഈ കാറ്റഗറി ഇങ്ങനെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ ആൻസറായിട്ട് എന്തെടുക്കാം? കണക്റ്റീവ് ടിഷ്യൂ എടുക്കാം. സെലക്ട് ദ ഓഡ് വൺ ഔട്ട് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓഡ് വൺ എടുക്കുക. അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ, ന്യൂറോൺ, ടെൻഡൻ. ഇത് നേരത്തെ നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ അതിൽ അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂവും ടെൻഡനും കണക്റ്റീവ് ടിഷ്യൂസാണ്. ന്യൂറോൺ എന്ന് പറയുന്നത് നെർവസ് ടിഷ്യൂ ആണ്. അപ്പോൾ കൂട്ടത്തിൽപ്പെടാത്തത് ന്യൂറോൺ ആണ്. ഹൈപ്പോഫാരിങ്സ്, മാൽപീജിയൻ ട്യൂബ്യൂള്, മാക്സിലെ, ലേബ്രം. അപ്പോൾ ഇവിടെ ഹൈപ്പോഫാരിങ്സും മാക്സിലെയും ലേബ്രവും മൗത്ത് പാർട്സിൻ്റെ പാർട്ടുകളാണ്. മാൽപീജിയൻ ട്യൂബ്യൂള് എക്സ്ക്രീറ്ററി ഓർഗനാണ്. അപ്പോൾ അവിടെ കൂട്ടത്തിൽപ്പെടാത്തത് മാൽപീജിയൻ ട്യൂബ്യൂളാണ്. ഒമാറ്റിഡിയ, ആൻറ്റിനെ, മാക്സിലറി പാൽപ്പ്, ഹെപ്പാറ്റിക് സിക്കെ. അപ്പോൾ ഇവിടെ ഒമാറ്റിഡിയയും ആൻറ്റിനെയും മാക്സിലറി പാൽപ്പും ഒക്കെ കോക്രോച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെൻസ് ഓർഗൻസിൽ വരുന്നതാണ്. ഹെപ്പാറ്റിക് സിക്കെ അതിൻ്റെ ഡൈജസ്റ്റീവ് പാർട്ടാണ്. അതുകൊണ്ട് ഹെപ്പാറ്റിക് സിക്കെ ആണ് ഓഡ് വൺ. ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ സെക്കൻഡ് പെയർ. ഫസ്റ്റ് പെയർ വേർഡ്സിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് പെയർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അരിയോളാർ ടിഷ്യൂ സപ്പോർട്ട് ഫ്രെയിം വർക്ക് ഫോർ എപ്പിത്തീലിയം. എപ്പിത്തീലിയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് അരിയോളാർ ടിഷ്യൂ. അപ്പോൾ അഡിപ്പോസ് ടിഷ്യൂ ആണെങ്കിലോ, അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ആണ്, സ്റ്റോർ ഫാറ്റ്. ടെൻഡൺ, ഇറ്റ് അറ്റാച്ച് സ്കെലിറ്റൽ മസിൽസ് ടു ബോൺസ്. മസിൽസിന് ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് ടെൻഡൺ. എന്നാൽ ലിഗമെൻസോ, ഇറ്റ് അറ്റാച്ച് ബോൺ ടു ബോൺ. ബോണിന് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ലിഗമെൻറ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് ഡസ് അഡിപ്പോസ് ടിഷ്യൂ ബിലോങ്? അഡിപ്പോസ് ടിഷ്യൂ ഈ ഏത് കാറ്റഗറിയിൽ വരും? നേരത്തെ നമ്മൾ കണ്ടു അല്ലേ? അഡിപ്പോസ് ടിഷ്യൂവും അരിയോളാർ ടിഷ്യൂവും ഒക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ടെൻഡൻസും ലിഗമെൻസും അരിയോളാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂവും കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ന്യൂറോൺസ് ആർ ദ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം. ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് ന്യൂറോൺസ്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ന്യൂറോൺസ് ആർ എക്സൈറ്റബിൾ സെൽസ്. ന്യൂറോൺസ് എക്സൈറ്റബിൾ സെൽസ് ആണ്, അതും ശരിയാണ്. ദ ന്യൂറോഗ്ലിയൽ സെൽസ് പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ്. ന്യൂറോഗ്ലിയൽ സെൽസ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ന്യൂറോൺസിനെ, അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ന്യൂറോഗ്ലിയ മേക്ക് മോർ ദാൻ 75% ഓഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂസ് ഇൻ അവർ ബോഡി. അപ്പോൾ ഇവിടെ 75% എന്നുള്ള വാല്യൂ തെറ്റാണ്. അപ്പോൾ അവിടെ ന്യൂറോഗ്ലിയ സെൽസ് മോർ ദാൻ ഹാഫ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത്, അല്ലെങ്കിൽ 50%, മോർ ദാൻ 50%. 70%, 75%ലേക്ക് എത്തുന്നില്ല. അപ്പോൾ നമ്മളിവിടെ മോർ ദാൻ ഹാഫ് ഓഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ എന്നുള്ള രീതിയിലേക്ക് അതിനെ റീറൈറ്റ് ചെയ്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആക്കാൻ ആവശ്യപ്പെട്ടാൽ എഴുതുക എന്നുള്ളതാണ്. A muscle fiber tapers at both ends and does not show striations. Name the muscle fiber. അപ്പോൾ ഇത് പിക്ചർ കൊടുത്തിട്ടുണ്ടാവില്ല ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: മസിൽ ഫൈബർ ടാപ്പേഴ്സ് അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് എൻഡിലും ടാപ്പർ ചെയ്ത് ഫ്യൂസിഫോം ഷേപ്പിൽ കൂർത്തിരിക്കും. ഡസ് നോട്ട് ഷോ സ്ട്രയേഷൻസ്. സ്ട്രയേഷൻസും ഉണ്ടാവില്ല. ഏതാണ് ആ മസിൽ ഫൈബർ? ഫിഗറിൽ കാണുന്ന സ്മൂത്ത് മസിൽ ഫൈബറാണ്. Which one of the following types of cell is involved in making of the inner walls of large blood vessels? നേരത്തെ മനസ്സിലാക്കി അല്ലേ?
ഇന്നർ വാൾസ് ഓഫ് ലാർജ് ബ്ലഡ് വെസൽസിൽ കാണുന്ന എപ്പിത്തീലിയൽ സെൽസ് ഏതാണ്? സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ആണ് വാൾസ് ഓഫ് ബ്ലഡ് വെസൽസിൽ കാണുക. എ സ്റ്റുഡൻറ്റ് ഒബ്സർവ്ഡ് മസ്കുലാർ ടിഷ്യൂ അണ്ടർ മൈക്രോസ്കോപ്പ്. ഹിസ് ഒബ്സർവേഷൻ ഈസ് ഗിവൺ ബിലോ. ബേസ്ഡ് ഓൺ ഇറ്റ് നെയിം ദ മസ്കുലാർ ടിഷ്യൂ ഹി ഒബ്സർവ്ഡ്. അപ്പോൾ മസിൽ ടിഷ്യൂസിന് സ്റ്റുഡൻറ്റ് മൈക്രോസ്കോപ്പിൽ കൂടെ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കും എന്ത് കണ്ടു? കുറേ പ്രത്യേകതകൾ ആ മസിൽ ടിഷ്യൂസിൽ കണ്ടു. എന്തൊക്കെ പ്രത്യേകതകളാണ്? ദേ ഹാവ് എ സ്ട്രൈപ്ഡ് അപ്പിയറൻസ് അണ്ടർ ദ മൈക്രോസ്കോപ്പ് ആൻഡ് വോളണ്ടറി ഇൻ ഫങ്ഷൻ. ഏതാണ് വോളണ്ടറി ഫങ്ഷനിലുള്ള സ്ട്രൈപ്ഡ് അപ്പിയറൻസിലുള്ള മസിൽ? ഇറ്റ് ഈസ് എ സ്കെലറ്റൽ മസിൽ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽ. മസിൽ സെൽസ് അസംബിൾ ഇൻ എ ബ്രാഞ്ചിങ് പാറ്റേൺ. ബ്രാഞ്ചസ് ആയിട്ട് കാണുന്ന മസിൽസ് ഏതാണ്? കാർഡിയാക് മസിൽസ് ആണ്. മസിൽ ഫൈബേഴ്സ് ടാപ്പർ അറ്റ് ബോത്ത് എൻഡ്സ്, ഫ്യൂസിഫോം ആൻഡ് ഡു നോട്ട് ഷോ സ്ട്രയേഷൻസ്. രണ്ടെൻഡിലും ടാപ്പർ ചെയ്ത് കാണുന്ന മസിൽ ഏതാണ്? സ്മൂത്ത് മസിൽസ് ആണ്. റീറൈറ്റ് ദ ഗിവൺ സെൻറ്റൻസസ് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റീറൈറ്റ് ചെയ്യാനാണ്. ന്യൂറോൺസ് മേക്ക് മോർ ദാൻ 1/2 ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ ഇൻ അവർ ബോഡി. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കിയതാണ് മോർ ദാൻ 1/2 ഓഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ ഏതാണ്? ന്യൂറോഗ്ലിയ സെൽസ് ആണ്. അപ്പോൾ ന്യൂറോൺസ് എന്നുള്ളത് എങ്ങനെ മാറ്റുക? ന്യൂറോഗ്ലിയ സെൽസ് എന്ന് മാറ്റുക. ഫാറ്റ് സ്റ്റോറിങ് ടിഷ്യൂ ഈസ് അരിയോളാർ ടിഷ്യൂ. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ അരിയോളാർ ടിഷ്യൂ അല്ല. ആരാണ്? അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഇൻ്റർകാലേറ്റഡ് ഡിസ്ക്സ് ആർ സീൻ ഇൻ സ്കെലറ്റൽ മസിൽസ്. സ്കെലറ്റൽ മസിൽസിലാണോ ഇൻ്റർകാലേറ്റഡ് ഡിസ്ക് ഉള്ളത്? അല്ല, കാർഡിയാക് മസിൽസിലാണ് ഇൻ്റർകാലേറ്റഡ് ഡിസ്ക് ഉള്ളത്. സ്കെലറ്റൽ മസിൽസ് ആർ സ്ട്രയേറ്റഡ്. സ്കെലറ്റൽ മസിൽസ് ആർ സ്ട്രയേറ്റഡ് ആണോ? അത് കറക്റ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. റോങ് സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ. സ്കെലറ്റൽ മസിൽസ് സ്ട്രയേറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡൻറ്റിഫൈ ദ ടിഷ്യൂ ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ഫീച്ചർ വെച്ചിട്ട് ടിഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇൻ്റർകാലേറ്റഡ് ഡിസ്ക് ആരാണ്? കാർഡിയാക് മസിൽ. ഇൻവോളണ്ടറി ഇൻ ആക്ഷൻ, രണ്ടിനും അതിൻ്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മെൻഷൻ ദ ഫങ്ഷൻ ഓഫ് ഇൻ്റർകാലേറ്റഡ് ഡിസ്ക്. ഇൻ്റർകാലേറ്റഡ് ഡിസ്ക് എന്താ ഹെൽപ്പ് ചെയ്യുക? അത് ഒരുമിച്ച് ഒറ്റ യൂണിറ്റ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യാൻ. ഹെൽപ്പ് ടു കോൺട്രാക്ട് ആസ് എ സിംഗിൾ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ പൂൾ ഓഫ് അനിമൽ ടിഷ്യൂസ് കെയർഫുള്ളി. ക്ലാസിഫൈ ദോസ് അണ്ടർ 3 ഹെഡിങ്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ടിഷ്യൂസിനെ 3 ഹെഡിങ്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കെലിറ്റൽ മസിൽസ്, അഡിപ്പോസ് ടിഷ്യൂ, ന്യൂറോൺസ്, അരിയോളാർ ടിഷ്യൂ, സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇവിടെ മസിൽ ടിഷ്യൂ ആണിത്. സ്കെലിറ്റൽ മസിൽസ് മസിൽ ടിഷ്യൂ ആണ്. അഡിപ്പോസ് ടിഷ്യൂ ഏത് കാറ്റഗറിയിൽ വരും? കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ കാറ്റഗറിയിൽ വരും. ന്യൂറോൺസ് ന്യൂറൽ ടിഷ്യൂവിൻ്റെ കാറ്റഗറിയിൽ വരും. അരിയോളാർ ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കാറ്റഗറിയിൽ വരും. സിലിയേറ്റഡ് എപ്പിത്തീലിയം എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ കാറ്റഗറിയിൽ വരും. അപ്പോൾ ഓരോ കാറ്റഗറിയിലും വരുന്ന ടിഷ്യൂസിൻ്റെ പേരുകളൊന്ന് ഓർത്തു വയ്ക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ഓഫ് ദ സെൽസ്, സിമ്പിൾ എപ്പിത്തീലിയം ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 ടൈപ്സ്. റൈറ്റ് ദ 3 ടൈപ്സ് ഓഫ് സിമ്പിൾ എപ്പിത്തീലിയം. 3 ടൈപ്പ് സിമ്പിൾ എപ്പിത്തീലിയം ഏതൊക്കെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളബ്നാർ എപ്പിത്തീലിയം. വേർ ഡു യു ഫൈൻഡ് ദീസ് എപ്പിത്തീലിയംസ്? ഈ എപ്പിത്തീലിയം എവിടെ കാണും? അപ്പോൾ 3 എണ്ണത്തിൻ്റെയും ലൊക്കേഷൻസും ഓർത്തു വയ്ക്കുക. സെലക്ട് ദ കണക്റ്റീവ് ടിഷ്യൂസ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് 1 ക്യാരക്ടർ ഓർ ഫങ്ഷൻ ഓഫ് ഈച്ച് ടിഷ്യൂ. ഇതിൽ നിന്നും കണക്റ്റീവ് ടിഷ്യൂവിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? അരിയോളാർ ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ന്യൂറൽ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? കാർഡിയാക് ടിഷ്യൂ. അരിയോളാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂവുമാണ് കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ ക്യാരക്ടറോ ഓരോ ഫങ്ഷനോ കൂടെ എഴുതണം. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ടിഷ്യൂസ്. ടിഷ്യൂസ് ദാറ്റ് സ്റ്റോർസ് ഫാറ്റ്. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ഏതാ? അഡിപ്പോസ് ടിഷ്യൂ. ടിഷ്യൂസ് ദാറ്റ് കണക്ട് ബോൺസ് ടുഗദർ. ബോണുകളെ തങ്ങളിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ഏതാണ്? ദാറ്റ് ഈസ് ലിഗമെൻറ്റ്സ്. ടിഷ്യൂസ് ദാറ്റ് കണക്ട് ബോൺ ടു മസിൽസ്. ബോണിനെ മസിൽസുമായിട്ട് കണക്ട് ചെയ്യുന്നതോ? ദാറ്റ് ഈസ് ടെൻഡൻസ്. ടിഷ്യൂ ദാറ്റ് കണ്ടക്ട് ഇമ്പൾസ്. ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്ന ടിഷ്യൂ ആരാണ്? ന്യൂറൽ ടിഷ്യൂ ആണ് അല്ലേ? നെർവ് ടിഷ്യൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അറേഞ്ച് ദ ഫോളോയിങ് ബോഡി പാർട്സ്. സ്ക്വാമസ് എപ്പിത്തീലിയം ഈസ് ഫൗണ്ട് ഇൻ എമംഗ് ദ ഫോളോയിങ് ബോഡി പാർട്സ്. ഈ താഴെ പറയുന്ന ബോഡി പാർട്സിൽ
സ്ക്വാമസ് എപ്പിത്തീലിയം എവിടെയൊക്കെയാണ് കാണുന്നത്? ഡക്സ് ഓഫ് ഗ്ലാൻസ് ആൻഡ് ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ. ഡക്സ് ഓഫ് ഗ്ലാൻസിലും ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോണിലും കാണുന്ന എപ്പിത്തീലിയം ഏതാണ്? ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ് അല്ലേ? ദ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. സ്റ്റൊമക്കിലെ ഇൻറ്റസ്റ്റൈൻ്റെ ലൈനിങ്ങിൽ കാണുന്നത് ഏതാണ്? കോളുംനാർ എപ്പിത്തീലിയമാണ്. ദ ഇന്നർ വാൾ ഓഫ് ബ്ലഡ് വെസൽസ് ആരാ കാണുക? സ്ക്വാമസ് എപ്പിത്തീലിയം. എയർ സാക്സ് ഓഫ് ലങ്സ് അവിടെ ആരാ കാണുക? സ്ക്വാമസ് എപ്പിത്തീലിയം. ദ ഇന്നർ സർഫസ് ഓഫ് ബ്രോങ്കിയോൾസ് ആൻഡ് ഫാലോപ്പിയൻ ട്യൂബ്സ് അവിടെ ആരാ കാണുക? സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. റൈറ്റ്, എനി വൺ ഫംഗ്ഷൻ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ഒരു ഫംഗ്ഷൻ. സർഫസിൽ കൂടെ എന്ത് ചെയ്യുക? മോളിക്യൂൾസിനെ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കുക അക്രോസ് എ ടിഷ്യൂ. അത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് സർട്ടൻ കണക്റ്റീവ് ടിഷ്യൂ ഈസ് ഗിവൺ ബിലോ, നെയിം ദം. ഇറ്റ് സെർവ്സ് ആസ് എ സപ്പോർട്ട് ഫ്രെയിംവർക്ക് ഫോർ എപ്പിത്തീലിയം. എപ്പിത്തീലിയത്തിൻ്റെ സപ്പോർട്ട് ഫ്രെയിംവർക്കായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? കണക്റ്റീവ് ടിഷ്യൂസ്. ദ സെൽസ് ഓഫ് ദിസ് ടിഷ്യൂസ് ആർ സ്പെഷ്യലൈസ്ഡ് ടു സ്റ്റോർ ഫാറ്റ്. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ഏതാണ്? അഡിപ്പോസ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ അറ്റാച്ച് സ്കെലിറ്റൽ മസിൽസ് ടു ബോൺ. നേരത്തെ പറഞ്ഞു അല്ലേ? മസിൽസിനെ ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്നത് ടെൻഡൻസ് ആണ്. ബോണിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ലിഗമെൻസ് ആണ്. ഇനി ഇതുപോലെ ഫിഗർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചോദിക്കാം എയും ബിയും. റൈറ്റ്, എനി വൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഓരോ ഫീച്ചർ എഴുതാൻ ചോദിക്കാം. എയുടെ എന്താണ്? സ്കെലിറ്റൽ മസിലും, ബി കാർഡിയാക് മസിലും. അതിൻ്റെ എന്തെങ്കിലും ഓരോ പ്രത്യേകതയും എഴുതുക. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കംപ്ലീറ്റ് ദ സ്കിമാറ്റിക് ഡയഗ്രാം. മസ്കുലാർ ടിഷ്യൂവിനെ 3 കാറ്റഗറൈസ് ചെയ്യുന്നു. സ്കെലിറ്റൽ മസിൽസ് ഇവിടെ എന്തെഴുതും? ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഹാർട്ട്. അതുകൊണ്ട് ഇവിടെ എന്താണ് വരേണ്ടത്? കാർഡിയാക് മസിൽസ്. ഇവിടെ സ്മൂത്ത് മസിൽസ്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും ഓരോ എക്സാമ്പിൾസും എഴുതുക. വെർ ഡു യു ഫൈൻഡ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഇൻ ഹ്യൂമൻ ബോഡി? അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂ എവിടെയാണ് കാണുക? സ്കിന്നിൽ, ബിനീത്ത് ദ സ്കിൻ. ആക്സോൺസ്. ആക്സോൺസ് എവിടെയാണ് കാണുക? ന്യൂറൽ സെൽസിൽ അല്ലേ? സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം എവിടെയൊക്കെ കാണാൻ നമ്മൾ പഠിച്ചു. സ്മൂത്ത് മസിൽസ് അതും എവിടെയൊക്കെ കാണാൻ നമ്മൾ പഠിച്ചു. ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ. നോ നീഡ് ടു റീഡ്രാ ദ ഡയഗ്രാം. ഫിഗർ നോക്കുക. ഫിഗർ നോക്കി വരയ്ക്കേണ്ട ആവശ്യമില്ല. നെയിം ദ മസ്കുലാർ ടിഷ്യൂ. മസ്കുലാർ ടിഷ്യൂ ഏതാണെന്ന് നമ്മളിത് നോക്കുമ്പോൾ മനസ്സിലാക്കുമല്ലോ. ഏത് മസിലാണ്? കാർഡിയാക് മസിലാണ്. നെയിം എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ എയും ബിയും മാർക്ക് ചെയ്യണം. ന്യൂക്ലിയസും അതുപോലെ സെൽ ജംഗ്ഷനും മാർക്ക് ചെയ്യണം. വെർ ഡു യു സീ ദിസ് കൈൻഡ് ഓഫ് മസ്കുലാർ ടിഷ്യൂ ഇൻ അവർ ബോഡി? എവിടെയാണ് ഇത് കാണുക? ഹാർട്ടിലാണ് കാണുക. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ബി? ഇവിടെ ഇൻ്റർകാലേറ്റഡ് ഡിസ്ക്, സെൽ ജംഗ്ഷൻ. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു കോൺട്രാക്ട് ദ മസിൽ ഫൈബേഴ്സ് ആസ് എ സിംഗിൾ യൂണിറ്റ്. മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളുമിനാർ എപ്പിത്തീലിയം. ഇവിടെ അതിൻ്റെ ഷേപ്പ് പറഞ്ഞിട്ടുണ്ട്. സ്ക്വാമസ് എപ്പിത്തീലിയം എങ്ങനത്തെയാണ്? തിൻ ഫ്ലാറ്റൻഡ് സെൽസ് ആണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. കോളുമിനാർ എപ്പിത്തീലിയം ടോൾ സ്ലെൻഡർ സെൽസ് ആണ്. ഇനി ഇതിന് ഈ കോളവും മാച്ച് ചെയ്യണം. സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ, ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ, കോളുമിനാർ എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ അല്ല ഇവിടെ കാണുന്നു എന്നുള്ളതും അതിൻ്റെ ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹെൽപ്സ് ഇൻ ഡിഫ്യൂഷൻ. ക്യൂബോയിഡൽ ഡക്റ്റ് ഓഫ് ഗ്ലാൻഡ് ആൻഡ് ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ. അതാരാണ്? ഡക്റ്റ് ഓഫ് ഗ്ലാൻഡിലും ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോണിലും കാണുക. അത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം തന്നെ. പ്രസൻറ്റ് ഇൻ ദ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. കോളുമിനാർ എപ്പിത്തീലിയം തന്നെ. സ്ക്വാമസ് എപ്പിത്തീലിയം ഹെൽപ്സ് ഇൻ ഡിഫ്യൂഷൻ. അപ്പോൾ ഇവിടെ എയും സിയും കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ബി മാത്രമാണ് തെറ്റിച്ച് കൊടുത്തിരിക്കുന്നത്. നെയിം ദ ഡിഫറൻറ്റ് സെൽ ജംഗ്ഷൻസ് ഫൗണ്ട് ഇൻ ടിഷ്യൂസ്. 3 സെൽ ജംഗ്ഷൻസ് ഉണ്ടല്ലോ. ടൈറ്റ് ജംഗ്ഷൻസ്, അഡ്ഹറിങ് ജംഗ്ഷൻസ്, ഗ്യാപ്പ് ജംഗ്ഷൻസ്. 3ൻ്റെയും പേരെഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫീച്ചേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ ടിഷ്യൂ വിസിബിൾ ത്രൂ എ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ ഈസ് പ്രസൻറ്റഡ് ഹിയർ. Cells are closely arranged, intercellular matrix absent, cells are supported by basement membrane. It is made of a single thin layer of flattened cells with irregular boundaries. അപ്പോൾ ഇവിടെ ഇറഗുലർ ബൗണ്ടറീസ് ഉള്ളത് സെൽസ് ഏതാണ്? ഇറഗുലർ ബൗണ്ടറീസ് ഉള്ളത് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. ഐഡൻറ്റിഫൈ ദ അനിമൽ ടിഷ്യൂ. വെർ ഡു യു സീ ദിസ് അനിമൽ ടിഷ്യൂ? മെൻഷൻ ദെയർ ഫങ്ഷൻസ്. Features of cell junction found in a tissue are given below. Write the name of cell junction to which it belongs. ഇപ്പോൾ സെൽ ജംഗ്ഷൻ്റെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്.
സെൽ ജംഗ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെൽ ജംഗ്ഷൻ വിച്ച് ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ, അതേതാണ്? ടൈറ്റ് ജംഗ്ഷൻ. സെൽ ജംഗ്ഷൻ വിച്ച് ഫെസിലിറ്റേറ്റ് ദ സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ കണക്റ്റിംഗ് ദ സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ് ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺ, സ്മാൾ മോളിക്യൂൾസ് ആൻഡ് സംടൈംസ് ബിഗ് മോളിക്യൂൾസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ജംഗ്ഷൻ ഏതാണ്? ഗ്യാപ്പ് ജംഗ്ഷൻ. സെൽ ജംഗ്ഷൻ വിച്ച് പെർഫോം സിമെൻറ്റിംഗ് ടു കീപ്പ് നൈബറിംഗ് സെൽസ് ടുഗദർ, അതേതാണ്? അഡ്ഹറിംഗ് ജംഗ്ഷൻ. ഇപ്പോൾ സെൽ ജംഗ്ഷൻസിൻ്റെ പെക്യൂലിയാരിറ്റീസ് തന്നിട്ടോ തിരിച്ചോ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐഡൻറ്റിഫൈ ദ മസ്കുലാർ ടിഷ്യൂ ഷോൺ ബിലോ. വെർ ക്യാൻ യു സീ ദിസ് കൈൻഡ് ഓഫ് മസിൽസ് ഇൻ ഹ്യൂമൻ ബോഡി? നെയിം ദ ഷേപ്പ് ഓഫ് ദീസ് മസിൽ ഫൈബേഴ്സ്. റൈറ്റ് എനി വൺ ഫംഗ്ഷൻ ഓഫ് ദീസ് മസിൽസ് ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് സ്മൂത്ത് മസിൽസിൻ്റെ പ്രത്യേകത. ഒബ്സർവ് ദ ഡയഗ്രാം, ഐഡൻറ്റിഫൈ ദ ടിഷ്യൂ. ഇതാണ് ഡയഗ്രാം. എന്താണ് ടിഷ്യൂ? നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ. ലേബൽ എ ആൻഡ് ബി, എയും ബിയും ലേബൽ ചെയ്യുക. എ എന്താണ്? ഫാറ്റ് സ്റ്റോറേജ് ഏരിയ. ബി എന്താണ്? ന്യൂക്ലിയസ്. ഇനി കോക്രോച്ച് ഹെപ്പാറ്റിക് സി കെ ആർ പ്രസൻറ്റ് ഇൻ. ഹെപ്പാറ്റിക് സി കെ എവിടെ കാണുന്ന പാർട്ടാണ്? അലിമെൻ്ററി കനാലിൻ്റെ പാർട്ടാണ് ഹെപ്പാറ്റിക് സി കെ. വിച്ച് മൗത്ത് പാർട്ട് ഓഫ് കോക്രോച്ച് ഈസ് കമ്പയറബിൾ ടു അവർ ടങ്? നമ്മുടെ നാവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മൗത്ത് പാർട്ട് ഏതാണ്? ഹൈപ്പോഫാരിങ്സ്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. ലേബിയം, ഹൈപ്പോഫാരിങ്സ്, ലേബ്രം, മാൽപീജിയൻ ട്യൂബ്യൂൾ. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ നോക്കുക. ടേം ഫോർ ദ അപ്പർ ലിപ്പ് ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ അപ്പർ ലിപ്പ് ഏതാണ്? ലേബ്ര. ടേം ഫോർ ദ ലോവർ ലിപ്പ് ഓഫ് കോക്രോച്ച് ഏതാണ്? ലേബിയം. ടേം ഫോർ ദ ടങ് ഓഫ് കോക്രോച്ച് ഏതാ? ഹൈപ്പോഫാരിങ്സ്. ടേം ഫോർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് കോക്രോച്ച് അതേതാണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഇനി ഇതുപോലത്തെ മാച്ചിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്രോപ്പ്, ഗിസാർഡ്, മാൽപീജിയൻ ട്യൂബ്യൂൾ, ഹെപ്പാറ്റിക് സി കെ. ക്രോപ്പ് എന്താണ്? സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഗിസാർഡ് എന്താണ്? ഗ്രൈൻഡിങ് ഓഫ് ഫുഡ്. മാൽപീജിയൻ ട്യൂബ്യൂൾ എക്സ്ക്രീറ്ററി ഓർഗൻ. ഹെപ്പാറ്റിക് സി കെ സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് ഇൻ കോക്രോച്ച്. ഒമാറ്റിഡിയ, മൊസൈക് വിഷൻ. കോക്രോച്ചിൽ കാണുന്ന കോമ്പൗണ്ട് ഐസിൽ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഒമാറ്റിഡിയ. ഒമാറ്റിഡിയയിൽ നിന്ന് കിട്ടുന്ന മൾട്ടിപ്പിൾ വിഷനെയാണ് മൊസൈക് വിഷൻ എന്ന് വിളിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഓഫ് കോക്രോച്ച്. കോമ്പൗണ്ട് ഐ, ഒമാറ്റിഡിയ, മാൽപീജിയൻ ട്യൂബ്യൂൾ, ഗ്യാസ്ട്രിക് സി കെ. ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എഴുതുക എന്നുള്ളതാണ്. ഗ്യാസ്ട്രിക് സി കെയുടെ ഫംഗ്ഷൻ എന്താണ്? ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുക. ദ മൗണ്ടിങ് ഓഫ് മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് ആർ ഗിവൺ ബിലോ. ഇഫ് ദർ ഈസ് എനി എറർ കറക്റ്റ് ഇറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പേരുകൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ലേബിയം, മാക്സില, ഹൈപ്പോഫാരിങ്സ്, മാൻഡിബിൾ, ലേബ്ര. അപ്പോൾ കറക്റ്റായിട്ടുള്ള ലേബൽ ചെയ്യാൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനാണ്. കറക്റ്റായിട്ടുള്ള പിക്ചർ നമ്മളിതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ലേബിയം അല്ല, എന്താണ്? ലേബ്ര ആണ് അല്ലേ? ഇത് മാക്സില അല്ല, ആണോ? അല്ല, അത് മാൻഡിബിൾ ആണ്. ഇത് മാൻഡിബിൾ അല്ല, മാക്സിലയാണ്. ഇത് ലേബ്രം അല്ല, ലേബിയമാണ്. അപ്പോൾ ഓർക്കുക, അപ്പർ ലിപ്പാണ് ലേബിയം, ലോവർ ലിപ്പാണ് ലേബ്ര. അതിൻ്റെ ടീത്താണ് മാൻഡിബിൾ. മാക്സില അതിൻ്റെ സെൻസ് ഓർഗനാണ് മാക്സില. കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇൻ കോക്രോച്ച് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾ ഈസ് പെർഫോംഡ് ബൈ. ഗ്രൈൻഡ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഗിസാർഡ്. ഓർക്കുക. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ. ഹൈൻഡ് ഗഡ് ഓഫ് കോക്രോച്ച് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു. ഹൈൻഡ് ഗഡ് എന്താണ്? ഇലിയം, കോളോൺ, റെക്ടം. ഇൻ കോക്രോച്ച് ബ്ലഡ് വെസൽസ് ഓപ്പൺ ഇൻ ടു സ്പേസസ് കാൾഡ്. അത് നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. മെൻഷൻ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഐ ഇൻ കോക്രോച്ച്. എന്താ എഴുതേണ്ടത് അവിടെ? ഒമാറ്റിഡിയുടെ കാര്യം എഴുതാം, മൊസൈക് വിഷൻ്റെ കാര്യം എഴുതാം. In an informal discussion in your class, your friend made a comment that Malpighian tubules are the kidneys of cockroach. How will you evaluate this statement? എന്താണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് കോക്രോച്ചിൻ്റെ കിഡ്നീസ് ആണെന്നൊരു കുട്ടി പറഞ്ഞു. ശരിയാണോ? ശരിയാണല്ലേ. എക്സ്ക്രീറ്ററി ഓർഗനാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പടം തന്നിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ABCD എന്ന് മാർക്ക് ചെയ്തിരിക്കാം. കറക്റ്റായിട്ട് ആ മാർക്കിങ് നോക്കി പേരെഴുതുക. എന്താണെന്നുള്ള പാർട്ടുകൾ ലേബൽ ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി കോക്രോച്ചസ് എ സ്പെഷ്യൽ മോഡ് ഓഫ് ഫിഷൻ ഈസ് നോട്ടീസ്ഡ്. റൈറ്റ് സ്പെഷ്യാലിറ്റി ഓഫ് ഫിഷൻ ഇൻ കോക്രോച്ച്.
മനസ്സിലാക്കി അല്ലേ? മൊസൈക്ക് വിഷനാണ്. നെയിം ദ ഓർഗൻ ആൻഡ് ഇറ്റ്സ് ബേസിക് യൂണിറ്റ് ദാറ്റ് പെർഫോം വിഷൻ ഇൻ കോക്രോച്ച്. വിഷൻ ഒരു ഓർഗൻ, ഐസ് തന്നെയാണ്. അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്? ഒമാറ്റിഡിയം. ഇതുപോലെ മാച്ച് ചെയ്യാനുള്ള മൗത്ത് പാർട്സിൻ്റെ ക്വസ്റ്റ്യനും ചോദിക്കാം. പ്രിപ്പയർ 3 കറക്റ്റ്ലി മാച്ചിങ് പെയേഴ്സ് ഫ്രം ദ ഗിവൺ ടേംസ്. 3 ടേംസിൽ നിന്നും കറക്റ്റ്ലി മാച്ചിങ് പെയേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒമാറ്റിഡിയ, ഹെപ്പാറ്റിക് സികെ, മാൽപീജിയൻ ട്യൂബ്യൂൾ, സെൻസ് ഓർഗൻ, എക്സ്ക്രീറ്ററി ഓർഗൻ, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്. അപ്പോൾ ഇവിടെ ഒമാറ്റിഡിയ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ആരാണ്? സെൻസ് ഓർഗൻ. ഹെപ്പാറ്റിക് സികയുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്. മാൽപീജിയൻ ട്യൂബ്യൂളുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് എക്സ്ക്രീറ്ററി ഓർഗൻ. പാർട്സ് ഓഫ് അലിമെൻ്ററി കനാൽ ഇൻ കോക്രോച്ച് ഈസ് ഗിവൺ ബിലോ. അറേഞ്ച് ദം ഇൻ ആൻ ഓർഡർ ബിഗിനിങ് ഫ്രം ദ മൗത്ത്. അപ്പോൾ മൗത്ത് മുതൽ താഴോട്ട് കറക്റ്റായിട്ട് പാർട്ടുകൾ ലേബൽ ചെയ്യാൻ പഠിച്ചു വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസിൽ നമുക്ക് ഫോക്കസ് ഏരിയ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. For video lessons, please subscribe TLP's biology classes. Thank you.